കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. പാതിവഴിയിൽ കിടന്ന മട്ടന്നൂർ ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. പുതിയ കരാറുകാരെത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത്. 1 വർഷത്തിലധികമായി നിർമ്മാണം നിലച്ചിട്ട്. കണ്ണൂരിൽ രാജ്യാന്തര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ MLAയുടെ ഇടപെടലിൽ സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2019 ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാണ് ടെൻഡർ നൽകിയത്. ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റു കാരണങ്ങളും കൊണ്ട് വൈകി. 2020 മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ, ട്രയൽ പൈലിംഗ് എന്നിവ ആരംഭിച്ചത്. തുടർന്ന് നിർമ്മാണം ആരംഭിച്ച ശേഷം പലതവണയായി പ്രവൃത്തി വിലയിരുത്തിയ KK ശൈലജ MLA 2023 പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പദ്ധതി നിർവഹണ ഏജൻസിയായ KSEB ഒരു ഉത്തരേന്ത്യൻ കമ്പനിക്കാണ് കരാർ നൽകിയത്. കരാർ കമ്പനി പലപ്പോഴായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ വന്നതോടെ തൊഴിലാളികൾ ജോലി ചെയ്യാതെയായി. ഒടുവിൽ നിർമ്മാണത്തിലെ കാലതാമസവും മറ്റു കാരണവും കരാറെടുത്ത കമ്പനിയെ നിർവഹണ ഏജൻസിയായ KSEB ഒഴിവാക്കി. അങ്ങനെ ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ നിർമ്മാണം ആരംഭിക്കാൻ 1 വർഷത്തോളമാണ് സമയമെടുത്തത്. ഒടുവിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 50 കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി മികച്ച ആതുരാലയം നാടിന് സമർപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ 100 കിടക്കകളുള്ള 4 നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത്. താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ, മുകളിൽ ലാബും OP ബ്ലോക്ക്, എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയുമുണ്ടാകും. താഴെ മോർച്ചറി സൗകര്യവുമടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി. ചെരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യ ഭാഗത്തിന്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു. 2 നിലകളുടെ നിർമ്മാണം പൂർത്തിയായി. 3-ാം നിലയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനിടെയാണ് പൂർണ്ണമായും കെട്ടിട നിർമ്മാണം നിലച്ചത്. ഇനി 2 നിലകൾ കൂടി നിർമ്മിക്കാനുണ്ട്. 35% പ്രവൃത്തികളാണ് പൂർത്തിയായത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പുറകിലായി ജലസേചന വകുപ്പിൽ നിന്നും കിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ 33-ാം വർഷത്തിലേക്ക്. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.